നമസ്കാരം. ഏവർക്കും മന്ത്രാക്ഷരിയിലേക്ക് സ്വാഗതം. ശിവപുരാണ മാഹാത്മ്യത്തിലെ മഹാമായ സതീദേവിയായി അവതരിക്കാമെന്ന് വാഗ്ദാനം നൽകിയ കഥയാണ് ഞാൻ ഇന്ന് പറയുന്നത്. പ്രപഞ്ചത്തിൽ സൃഷ്ടികർമ്മം നടത്തുന്നതിന് ഭഗവാൻ പരമശിവന്റെ പങ്കാളിത്തം ആവശ്യമാണ്. ശങ്കരനെ കർമ്മനിരതനാക്കുന്നതിനായി മഹാമായ സതീദേവിയായി അവതരിച്ചു. ബ്രഹ്മദേവൻ സൃഷ്ടികർമ്മങ്ങൾ നടത്തുന്ന അവസരത്തിൽ ഹലാഹലന്മാർ എന്നു പേരോടുകൂടിയ ചില അസുരന്മാരും ഉത്ഭവിച്ചു. ജന്മനാ തന്നെ പരാക്രമികളായിരുന്ന ആ ദൈത്യന്മാർ ക്രൂരന്മാരും സ്വാർത്ഥരുമായിരുന്നു. 3 ലോകങ്ങൾക്കും അധിപന്മാരായി വസിക്കുന്നതിന് അവർ ആഗ്രഹിക്കുകയും ചെയ്തു. ത്രൈലോക്യാധിപത്യം നേടാനായി എന്താണ് ഉപാധി അവർ ചിന്തയിലാണ്ടു. ഈ സമയം ദൈത്യഗുരുവായ ശുക്രാചാര്യർ അവിടെ എത്തിച്ചേർന്നു. അദ്ദേഹത്തെ വന്ദിച്ചുകൊണ്ട് അവർ ചോദിച്ചു, ഗുരു, അവിടുന്ന് സർവജ്ഞാനത്തിനും ഉറവിടമാണ്. ഈ സമസ്യയിൽ നിന്നും മോചനം നേടാൻ ഒരു ഉപാധി നിർദ്ദേശിച്ചാലും. പ്രഭോ, ത്രിലോകങ്ങളെയും കീഴടക്കി ത്രിമൂർത്തികളുടെ പോലും അധിപന്മാരായി തീരാൻ എന്താണ് മാർഗം? ഹേ ദൈത്യേശ്വരന്മാരെ, നിങ്ങളുടെ മോഹം സാധാരണക്കാർക്ക് തീർത്തും അപ്രാപ്യമാണ്. പക്ഷേ നിങ്ങൾ പരാക്രമികളും ഇച്ഛാശക്തിയാൽ അനുഗ്രഹീതരുമാണ്. അതിനാൽ ഞാൻ ഒരു ഉപാധി നിർദ്ദേശിക്കാം, കേട്ടുകൊള്ളുക. ശുക്രാചാര്യർ പറഞ്ഞു തുടങ്ങി. എൻ്റെയും നിങ്ങളുടെയും സൃഷ്ടികർത്താവ് ഭഗവാൻ ബ്രഹ്മദേവനാണ്. അദ്ദേഹത്തെ തപസ്സിലൂടെ പ്രസന്നനാക്കിയാൽ നിങ്ങൾക്ക് വരങ്ങൾ ലഭിക്കുന്നതായിരിക്കും. അസുരവംശത്തിൻ്റെ അഭിമാനമായി നിങ്ങൾ മടങ്ങി വരിക. ശുക്രാചാര്യർ ഹലാഹലന്മാരെ അനുഗ്രഹിച്ചയച്ചു. ഹലാഹലന്മാർ ഉടൻ തന്നെ തപസ്സിനായി പുറപ്പെട്ടു. അവരുടെ അതികഠിനമായ തപസ്സിൽ പ്രപഞ്ചശക്തികൾ വിസ്മയിച്ചുപോയി. ഒടുവിൽ ആ അസുരന്മാർക്ക് ബ്രഹ്മദേവൻ പ്രത്യക്ഷനായി. ദേവാ, ഞങ്ങളുടെ കൊടിയ തപസ് അങ്ങയിൽ നിന്നും നേടുന്ന അനുഗ്രഹത്താൽ സമ്പൂർണമായി മാറും. ബ്രഹ്മദേവ, ത്രൈലോകാധിപതികളായി തീരാൻ ഞങ്ങളെ അനുഗ്രഹിച്ചാലും ഹലാഹലന്മാർ അപേക്ഷിച്ചു. അപ്രകാരം സംഭവിക്കട്ടെ എന്ന് ബ്രഹ്മദേവൻ അവരെ അനുഗ്രഹിച്ചു. വരം ലഭിച്ചതോടെ അവർ സന്തുഷ്ടരായി മാറി. ബ്രഹ്മദേവന്റെ അനുഗ്രഹം ഹലാഹലന്മാരുടെ ക്രൂരതകൾ ഇരട്ടിപ്പിച്ചതേയുള്ളൂ. ഏതു വിധേനയും 3 ലോകങ്ങളും സ്വന്തമാക്കാൻ അവർ യത്നിച്ചു. കൊടിയ യുദ്ധങ്ങളിലൂടെ ഹലാഹലന്മാർ ദേവലോകവും അസുരലോകവും ഭൂമിയും തങ്ങളുടെ അധീനതയിൽ കൊണ്ടുവന്നു. ലോകമെങ്ങും അസുരശക്തി നിറഞ്ഞു. ദേവന്മാർ അത്യധികം ദുഃഖിതരായി മാറി. അവർ മഹാവിഷ്ണുവിനെയും പരമശിവനെയും ചെന്ന് കണ്ട് തങ്ങളുടെ ദുഃഖം വെളിപ്പെടുത്തി. അല്ലയോ ദേവന്മാരെ, ബ്രഹ്മദേവന്റെ വരങ്ങളാൽ അഹങ്കാരികളായ ഹലാഹലന്മാരുടെ ക്രൂരത ഇനിയും സഹിക്കാൻ ഞങ്ങൾക്ക് കരുത്തില്ല. ഹരിഹരന്മാരെ ഞങ്ങൾക്ക് തുണയാവുക എന്ന് ദേവന്മാർ അപേക്ഷിച്ചു. ഇങ്ങനെയുള്ള ദേവകളുടെ പരിദേവനങ്ങൾ കേട്ട ഹരിഹരന്മാർക്ക് സഹതാപം തോന്നി. അവർ യുദ്ധസന്നദ്ധരായി മാറി. ദൈത്യന്മാരും ദേവന്മാരും ഇരുചേരികളിലായി അണിനിരന്ന ആ യുദ്ധം 60,000 വർഷം നീണ്ടുനിന്നു. ആ യുദ്ധത്തിനൊടുവിൽ ദൈത്യന്മാർ ദയനീയമായി പരാജയപ്പെടുകയും ഹലാഹലന്മാർ വധിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ തുടർച്ചയായ യുദ്ധം ഇരുവിഭാഗക്കാരെയും തളർത്തി. ഭഗവാൻ മഹാവിഷ്ണുവും ശങ്കരനും കർമ്മവിമുഖരായി തീർന്നു. ഈ വസ്തുത മനസ്സിലാക്കിയ ബ്രഹ്മദേവൻ ചിന്തിച്ചു തുടങ്ങി. ശിവശങ്കരനും മഹാവിഷ്ണുവും സ്ഥിതി സംഹാരങ്ങൾ നടത്തുന്നതിൽ ഇപ്പോൾ വിമുഖരാണ്. നെടുനാളത്തെ യുദ്ധം ദേവന്മാരുടെ വീര്യം അപഹരിച്ചുവോ? ഈ നില തുടർന്നാൽ ലോകത്തിൻ്റെ ഗതി എന്താണ്? പ്രസ്തുത അവസ്ഥ പരിഹരിച്ചേ മതിയാകൂ. ഇപ്രകാരം ചിന്തിച്ചുറച്ച ശേഷം ബ്രഹ്മദേവൻ യക്ഷൻ തുടങ്ങിയ പ്രജാപതികളെ വിളിച്ച് നിർദ്ദേശിച്ചു. പുത്രന്മാരെ, ഹരിഹരന്മാർ ഇപ്പോൾ സ്ഥിതി സംഹാരങ്ങൾക്ക് അപ്രാപ്തരാണ്. എന്നാൽ മാത്രം സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും സാധ്യമാകുകയില്ല. അതിനാൽ നിങ്ങൾ
ആദിപരാശക്തി മഹാമായയെ തപസ്സു ചെയ്ത് പ്രസാദിപ്പിക്കണം. ദേവി അവതാരം കൈകൊള്ളുന്നതോടെ ഈ അവസ്ഥയിൽ മാറ്റം സംഭവിക്കുന്നതായിരിക്കും. പ്രഭോ, അവിടുത്തെ ആജ്ഞ ഞങ്ങൾ ശിരസാ വഹിക്കുന്നു എന്നിങ്ങനെ പറഞ്ഞ ശേഷം ദക്ഷൻ തുടങ്ങിയ പ്രജാപതികൾ തപസ്സിനായി പുറപ്പെട്ടു. ഹിമാലയ സാനുക്കളാണ് ദക്ഷ പ്രജാപതികൾ തപസ്സിനായി തിരഞ്ഞെടുത്തത്. അവരുടെ ഉഗ്ര തപസ് 1,00,000 സംവത്സരം നീണ്ടുനിന്നു. ഒടുവിൽ മഹാമായ പ്രത്യക്ഷയായി. തനിക്ക് മുൻപിൽ കൂപ്പുകൈകളുമായി നിൽക്കുന്ന പ്രജാപതികളോട് ദേവി അന്വേഷിച്ചു, അല്ലയോ പുത്രന്മാരെ, 1,00,000 സംവത്സരം നീണ്ടുനിന്ന നിങ്ങളുടെ തപസ്സിന് പ്രേരക ശക്തി എന്താണ്? അമ്മേ, ഹലാഹലന്മാരുടെ വധത്തിനു ശേഷം പരമശിവനും മഹാവിഷ്ണുവും കർമ്മവിമുഖരാണ്. ശങ്കരൻ സംഹാര കർമ്മത്തിൽ നിന്നും അകന്നതോടെ പ്രപഞ്ച സംവിധാനം തകരാറിലായി. ഈ പരിതസ്ഥിതി അവിടുന്നിനും അറിവുള്ളതല്ലേ? ദേവി, അവിടുത്തെ കൃപയാൽ ലോകം സാധാരണഗതിയിലേക്ക് മടങ്ങുമെന്ന് ഞങ്ങൾ കരുതട്ടെ. പ്രജാപതികൾ തങ്ങളുടെ ആവശ്യം അറിയിച്ചു. ഹേ പ്രജാപതികളെ, നിങ്ങളുടെ ആഗ്രഹം നിറവേറ്റപ്പെടട്ടെ. നിങ്ങൾ ആവശ്യപ്പെടാത്ത മറ്റൊരു വരം കൂടി ഞാനിതാ നൽകുന്നു. പ്രജാപതികളിൽ പ്രമുഖനായ ദക്ഷന്റെ മകളായി ഞാൻ അവതാരം കൊള്ളും. സതി എന്ന നാമധേയത്തിൽ എന്നെ പരിപാലിക്കണം. അല്ലയോ ദക്ഷ, താങ്കളുടെ പുത്രിയായി പിറക്കുന്ന എന്നെ ഭഗവാൻ പരമശിവന് ദത്തയാക്കുക. ഇത്രയും പറഞ്ഞിട്ട് ദേവി അപ്രത്യക്ഷയായി. ദേവി മഹാമായ പ്രത്യക്ഷയായി ദക്ഷ പ്രജാപതിയുടെ പുത്രിയായി അവതരിക്കാമെന്ന് വരം നൽകിയതിനെ കുറിച്ചറിഞ്ഞ ദേവകൾ അത്യധികം ആനന്ദിച്ചു. മഹാശക്തിയുടെ അവതാരത്തിലൂടെ പ്രപഞ്ചത്തിൻ്റെ ദുഃഖം പരിഹരിക്കാനാകുമല്ലോ. എന്നാൽ ഒരു ആശങ്ക ദേവകളുടെ മനസ്സിൽ ഉണ്ടായി. ദക്ഷ പ്രജാപതിയുടെ പത്നി ആരായിരിക്കും? മഹാദേവിയുടെ മാതൃസ്ഥാനം വഹിക്കാനുള്ള അർഹതയും ഭാഗ്യവും ഏതു പുണ്യവതിയെയാണ് അനുഗ്രഹിച്ചിരിക്കുക? ദേവി തേജസ് ഏറ്റുവാങ്ങാൻ ആർക്കാണ് സാധിക്കുക? അസാധാരണമായ വരശക്തിയും പുണ്യവും അവൾക്ക് ഉണ്ടാകേണ്ടതല്ലേ? ദേവകൾ വൈകുണ്ഠത്തിലേക്ക് യാത്രയായി. ഭഗവാൻ മഹാവിഷ്ണുവിനെ കണ്ട് അവർ തങ്ങളുടെ ആശങ്ക ഉണർത്തിച്ചു. മഹാവിഷ്ണു, ഭഗവാൻ ബ്രഹ്മദേവന്റെ നിർദ്ദേശത്താൽ ദക്ഷ പ്രജാപതിയും സനകാദികളും മഹാമായയെ തപസ്സു ചെയ്തു. അവരുടെ ഉഗ്ര തപസ്സിൽ സംതൃപ്തയായ ദേവി പ്രസന്നയായി. ഭൂമിയിൽ അവതരിക്കാമെന്ന് വാഗ്ദാനം നൽകിയ വിവരം അവിടുന്ന് അറിഞ്ഞിരിക്കുമല്ലോ. എന്നാൽ ദേവ, ഭഗവാൻ പരമശിവനെ കർമ്മനിരതനാക്കാൻ ദേവി ദക്ഷ പ്രജാപതിയുടെ പുത്രിയായി ജനിക്കുമ്പോൾ ആരാണ് മഹാമായയുടെ മാതൃസ്ഥാനം വഹിക്കുക? അതു കേട്ടപ്പോൾ വിഷ്ണു ഇങ്ങനെ പറഞ്ഞു: നിങ്ങളുടെ സംശയം അസ്ഥാനത്തല്ല. മഹാമായയുടെ പ്രഭാവത്തെക്കുറിച്ചുള്ള ബോധവും ശിവശക്തിയുടെ ഭാഗമായി തീരാൻ പോകുന്ന കന്യകയോട് നിങ്ങൾക്കുള്ള ഭക്തിയും ബഹുമാനവും നിങ്ങളുടെ ചോദ്യത്തിൽ ഒതുങ്ങി നിൽക്കുന്നത് എനിക്കറിയാനാകുന്നു. ദേവകളെ സാഗൂതം നോക്കിക്കൊണ്ട് മഹാവിഷ്ണു തുടർന്നു: ദേവഗണങ്ങളെ, ബ്രഹ്മാവിൻ്റെ ദക്ഷിണാംശത്തിൽ നിന്നുമാണല്ലോ ദക്ഷൻ ജനിച്ചത്. ദക്ഷന്റെ ജനനാന്തരം ബ്രഹ്മാവിൻ്റെ വാമാങ്കുഷ്ഠത്തിൽ നിന്നും അതിദിവ്യയായ ഒരു കന്യക ജനിച്ചു. ദേവാ, അവിടുന്ന് പ്രസൂതി ദേവിയെക്കുറിച്ചാണോ പറയുന്നത്? ദേവകൾ മിഴിവിടർത്തി. അതെ, നിങ്ങളുടെ വിശ്വാസം ശരിയാണ്. ബ്രഹ്മാവിൽ നിന്നും ജനിച്ച പ്രസൂതി എന്ന കന്യക അസിഗ്നി എന്ന പേരിലും പ്രശസ്തയാണ്. അതിരൂപവതിയും ധർമ്മിഷ്ഠയുമായ ആ കന്യക ദക്ഷന്റെ പത്നിയായി തീരും, മഹാവിഷ്ണു അറിയിച്ചു. മഹാവിഷ്ണു, സുന്ദരമായ ആ കാലം ആസന്നമാകുന്നത് എന്നാണ്? അതിനായി ദേവകളായ ഞങ്ങൾ യജ്ഞിക്കേണ്ടതുണ്ടോ? ദേവന്മാർ ചോദിച്ചു. ഇല്ല. എന്നാൽ അസിഗ്നിയെ വിവാഹം ചെയ്യണമെങ്കിൽ ദക്ഷൻ കൊടിയ തപസ് അനുഷ്ഠിക്കേണ്ടി വരും. അതിനുവേണ്ടി ദക്ഷ പ്രജാപതിയെ ഉത്സുകനാക്കാനുള്ള ചുമതല നിങ്ങൾക്കാണ്. ഇത്രയും അറിയിച്ച ശേഷം മഹാവിഷ്ണു അപ്രത്യക്ഷനായി. ഉടൻ തന്നെ ദേവകൾ ദക്ഷ പ്രജാപതിയെ സമീപിച്ച് മഹാവിഷ്ണുവിൻ്റെ അരുളപ്പാട് അറിയിച്ചു.
അല്ലയോ ദക്ഷ പ്രജാപതി, താങ്കൾക്ക് പത്നിയായി നിശ്ചയിച്ചിരിക്കുന്നത് ബ്രഹ്മപുത്രിയായ അസിഗ്നിയെയാണ്. ആ പുണ്യശാലി താങ്കളുടെ മകളായി ജന്മം കൊള്ളുന്ന മഹാമായയുടെ അവതാരമായ സതിയുടെ മാതാവായി തീരും. പ്രജാപതി, ആ അസുലഭ സൗഭാഗ്യം താങ്കൾക്ക് ലഭിക്കണമെങ്കിൽ അസിഗ്നിയെ തപസ്സിലൂടെ പ്രത്യക്ഷമാക്കുക. ദേവന്മാരുടെ ആജ്ഞ ശിരസാവഹിച്ച ദക്ഷ പ്രജാപതി അന്നു തന്നെ തപസ്സിലേർപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ തപസ് വർഷങ്ങൾ പിന്നിട്ടു. ഒടുവിൽ അസിഗ്നി ദക്ഷ പ്രജാപതിക്ക് പ്രത്യക്ഷയായി ഇങ്ങനെ പറഞ്ഞു: അല്ലയോ ദക്ഷ പ്രജാപതി, അവിടുത്തെ തപസ് എൻ്റെ പതിസ്ഥാനത്തിന് വേണ്ടിയാണല്ലോ. ഹേ പ്രഭോ, ആ സുദിനം സമാഗതമാകാൻ പോകുന്നു. ഞാനിതാ താങ്കളുടെ പത്നിയാകാൻ സന്നദ്ധയായി കഴിഞ്ഞു. അസിഗ്നി ഇപ്രകാരം മൊഴിഞ്ഞപ്പോൾ ആകാശത്തു നിന്നും പുഷ്പവൃഷ്ടിയുണ്ടായി. ത്രിമൂർത്തികളും സർവദേവഗണങ്ങളും മഹർഷിമാരും ആകാശത്ത് അണിനിരന്നു. സന്തുഷ്ടനായി തീർന്ന ദക്ഷൻ അഗ്നിസാക്ഷിയായി അസിഗ്നിയെ കരം ഗ്രഹിച്ചു. വിവാഹാനന്തരം ദക്ഷനും അസിഗ്നിയും ലൗകിക സുഖങ്ങളിൽ മുഴുകി. അവരുടെ പ്രണയം അനുദിനം വർദ്ധിച്ചു വന്നു. അങ്ങനെയിരിക്കെ ഒരു നാൾ ബ്രഹ്മാവ് ദക്ഷനെ വിളിച്ച് ഇപ്രകാരം കൽപ്പിച്ചു: പുത്ര, നിന്റെ വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പോൾ യുഗങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. മധുവിധു ലഹരിയിലായ നീ പ്രജാസൃഷ്ടി മറന്നുപോയോ? ഇനി കാലവിളംബം പാടില്ല. പിതാവേ, മാപ്പാക്കിയാലും. താങ്കളുടെ ആഗ്രഹപ്രകാരം ഞാനിതാ പ്രജാസൃഷ്ടിയിൽ വ്യാപൃതനാകുന്നു. കുറ്റബോധത്തോടെ ഇങ്ങനെ പറഞ്ഞ ശേഷം ദക്ഷൻ തൻ്റെ പ്രിയ പത്നിയായ അസിഗ്നിയിൽ 5000 പുത്രന്മാരെ ജനിപ്പിച്ചു. ഹര്യശ്വന്മാർ എന്ന പേരിൽ അറിയപ്പെട്ട ഈ പുത്രന്മാർ യൗവനം പ്രാപിച്ചപ്പോൾ ദക്ഷ പ്രജാപതി അവരോട് ആവശ്യപ്പെട്ടു: പുത്രന്മാരെ, പ്രപഞ്ചത്തിൽ പ്രജാസൃഷ്ടി നടത്താനാണ് നിങ്ങൾക്ക് ജന്മം നൽകിയിരിക്കുന്നത്. താമസിയാതെ കർമ്മത്തിൽ ഏർപ്പെടുക. പിതാവിൻ്റെ ആജ്ഞപ്രകാരം ഹര്യശ്വന്മാർ പ്രജാസൃഷ്ടിക്കുള്ള തയ്യാറെടുപ്പിൽ മുഴുകി. ഈ സമയം ബ്രഹ്മപുത്രനായ നാരദൻ അവിടെ വന്നുചേർന്നു. അദ്ദേഹം ഹര്യശ്വന്മാരെ നോക്കി പരിഹാസരൂപേണ ചിരിച്ചു. എന്തായിരിക്കാം നാരദ മഹർഷിയുടെ ചിരിക്കർത്ഥം? ഇപ്രകാരം ചിന്തിച്ച ഹര്യശ്വന്മാർ പറഞ്ഞു: അല്ലയോ മഹർഷേ, ക്ഷമിച്ചാലും. അവിടുന്നിൻ്റെ ഈ നിഗൂഢ ചിരിയുടെ അർത്ഥം വെളിപ്പെടുത്തിയാലും. തികച്ചും ലളിതമായ കാര്യങ്ങളിൽ പോലും ആശങ്ക വച്ച് പുലർത്തുന്നവരാണ് നിങ്ങളെന്ന് എനിക്കിപ്പോൾ കൂടുതൽ ബോധ്യമായി കഴിഞ്ഞു. നിസ്സംഗഭാവത്തിൽ ഹരീശ്വന്മാരെ വീക്ഷിച്ചുകൊണ്ട് നാരദൻ തുടർന്നു: നിങ്ങളുടെ പ്രവൃത്തികളിൽ നിന്നും വാക്കുകളിൽ നിന്നും എനിക്ക് മനസ്സിലായ വസ്തുത അറിയിക്കട്ടെ. നിങ്ങൾ ഇപ്പോഴും ബാലന്മാർ തന്നെയാണ്. ഭൂമിയുടെ രഹസ്യങ്ങൾ നിങ്ങൾക്കിനിയും അറിയാൻ സാധിച്ചിട്ടില്ല. ആ നിലയ്ക്ക് നിങ്ങൾ പ്രജാസൃഷ്ടി നടത്തുന്നത് യുക്തമാണോ? ഹര്യശ്വന്മാർ പരസ്പരം നോക്കി. നാരദൻ പറഞ്ഞത് ശരിയല്ലേ? തങ്ങൾക്ക് ഈ പ്രപഞ്ചത്തെക്കുറിച്ച് എന്താണറിയുക? അജ്ഞന്മാരായ തങ്ങൾ പ്രജാസൃഷ്ടി നടത്തുന്നതിൻ്റെ യുക്തി എന്താണ്? ഇപ്രകാരം ചിന്തിച്ച ഹര്യശ്വന്മാർ നാരദനോട് ആവശ്യപ്പെട്ടു: മഹർഷേ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അവിടുന്ന് ഉപദേശിച്ചാലും. നിങ്ങൾ ഭൂമിയുടെ അവസാനം കണ്ടെത്തി വരിക. അന്ന് നിങ്ങൾ ജ്ഞാനികളാണെന്ന് ഞാൻ കരുതും. നാരദൻ ഇങ്ങനെ പറഞ്ഞവസാനിപ്പിച്ചതും ഹര്യശ്വന്മാർ ഭൂമിയുടെ അവസാനം കണ്ടെത്താനുള്ള യാത്ര ആരംഭിച്ചു കഴിഞ്ഞു. പക്ഷേ അവരിൽ ആരും പിന്നീട് മടങ്ങിയെത്തിയില്ല. പുത്രന്മാരുടെ തിരോധാനം ദക്ഷ പ്രജാപതിയെയും അസിഗ്നിയെയും അത്യധികം വേദനിപ്പിച്ചു. എന്നാൽ നിരാശരായി കഴിയുന്നത് എങ്ങനെയാണ്? പ്രപഞ്ചത്തിൻ്റെ താളം നിയന്ത്രിക്കുന്നതിൽ താനും ഭാഗഭാക്കല്ലേ? അനന്തരം ദക്ഷ പ്രജാപതി അസിഗ്നിയിൽ 5000 പുത്രന്മാരെ കൂടി ഉൽപ്പാദിപ്പിച്ചു. യൗവനാവസ്ഥ പ്രാപിച്ചപ്പോൾ അവരോടും പ്രജാസൃഷ്ടി നടത്താൻ ദക്ഷൻ ആവശ്യപ്പെട്ടു. എന്നാൽ ആ കർമ്മത്തിൽ നിന്ന് നാരദൻ അവരെയും പിന്തിരിപ്പിച്ചു. ദക്ഷ പ്രജാപതിയും അസിഗ്നിയും നിരാശരും പുത്രവിയോഗത്താൽ പീഡിതരുമായി തീർന്നു. പ്രജാസൃഷ്ടിയിൽ തന്നെ സഹായിക്കാൻ നിയുക്തരായ പുത്രന്മാർ ഇന്ന് എവിടെയാണെന്ന് പോലും അറിയാൻ സാധിക്കുന്നില്ല. ഈ പ്രതിസന്ധി തരണം ചെയ്യാൻ
കഴിയാതെ ദക്ഷ പ്രജാപതി വിഷമിച്ചു. നാളുകൾ കടന്നുപോയി. ദക്ഷ പ്രജാപതിക്ക് അസിഗ്നിയിൽ 60 പുത്രിമാർ ജനിച്ചു. അതിഥി, ദിതി ഉൾപ്പെടെയുള്ള തൻ്റെ പുത്രിമാരെ ദക്ഷ പ്രജാപതി കശ്യപാദികൾക്ക് വിവാഹം ചെയ്തു കൊടുത്തു. 10,000 പുത്രന്മാരും 60 പുത്രിമാരും ജനിച്ചുവെങ്കിലും മഹാമായയുടെ അവതാരമായ സതീദേവി മാത്രം പിറന്നില്ലല്ലോ. എന്തായിരിക്കാം അതിനു കാരണം? ദക്ഷനും അസിഗ്നിയും ബ്രഹ്മാവിനെ മുഖം കാണിച്ച് തങ്ങളുടെ സങ്കടമുണർത്തിച്ചു. ബ്രഹ്മദേവ, ദേവി ആദിപരാശക്തി ഞങ്ങളുടെ മകളായി അവതരിക്കുമെന്ന് അനുഗ്രഹിച്ചിരുന്നു. ദേവ, ശിവപത്നിയായി തീരേണ്ട ആ കന്യക എന്തേ ഇനിയും പിറന്നില്ല? പ്രജാപതേ, അങ്ങയുടെ ദുഃഖം ഞാൻ അറിയുന്നു. ദേവി നിങ്ങളുടെ പുത്രിയായി അവതരിക്കുന്നതാണ്. എന്നാൽ ആ ദിനം സമാഗതമാകാൻ ഉഗ്ര തപസ്സിന്റെ സഹായം വേണ്ടിവരും. ബ്രഹ്മാവ് നിർദ്ദേശിച്ചു. അതനുസരിച്ച് ദക്ഷ പ്രജാപതിയും അസിഗ്നിയും ഹിമാലയത്തിൽ പോയി തപസ്സിലേർപ്പെട്ടു. 100 സംവത്സരങ്ങൾക്ക് ശേഷം മഹാമായ പ്രത്യക്ഷയായി അരുളി ചെയ്തു. പ്രജാപതേ, താങ്കളുടെ തപസ് അവസാനിപ്പിക്കുക. ഞാനിതാ അസിഗ്നി ദേവിയുടെ ഗർഭത്തിൽ ശിശുവായി രൂപം കൊള്ളാൻ തുടങ്ങുന്നു. ആനന്ദത്താൽ മതിമറന്നുപോയ ദക്ഷ പ്രജാപതിയും അസിഗ്നിയും ദേവിയെ സ്തുതിച്ചു. അവർ സംതൃപ്തിയോടെ സ്വഭവനത്തിലേക്ക് മടങ്ങിപ്പോയി. നാളുകൾ കടന്നുപോയതോടെ അസിഗ്നി ഗർഭവതിയായി തീർന്നു. അസിഗ്നി ദേവിയുടെ ഗർഭം വളർച്ച പ്രാപിക്കുന്നതിനനുസരിച്ച് ഭൂമിയിൽ ഐശ്വര്യം കളിയാടി തുടങ്ങി. ദേവകൾ ആനന്ദത്താൽ മതിമറന്നു. അസുരന്മാരുടെ ഉള്ളിൽ അകാരണമായ ഭയവും തോന്നിത്തുടങ്ങി. യഥാകാലം അസിഗ്നി അതിസുന്ദരിയും തേജസ്വിയുമായ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി. ദിവ്യ പരിവേഷം വിളങ്ങുന്ന ആ ശിശുവിന് ദക്ഷ പ്രജാപതി സതി എന്ന് നാമകരണവും ചെയ്തു. ആ ദിവ്യ ശിശുവിൻ്റെ കിളിക്കൊഞ്ചലാലും കളിച്ചിരികളാലും ദക്ഷഭവനം മുഖരിതമായി തീർന്നു. നന്ദി.